ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ചരിത്രം ഈ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ 2016 അവർ അവിടെ വന്ന് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 18,000-ലധികം വോട്ടാണ് നേടിയത് കൂടുതലായിട്ട്. അതായത് 22,000 വോട്ടാണ് 2011 ഉദയഭാസ്കർ പാലക്കാട് BJPക്ക് വേണ്ടി പിടിച്ചത്. അത് 40,000 ക്രോസ് ചെയ്യിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ സാധിച്ചു. ആറ്റിങ്ങലും അതുകൂടാതെ ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ശോഭ നടത്തിയ മുന്നേറ്റം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് ഇത്തരം വലിയൊരു ജമ്പ് വോട്ടിൻ്റെ കാര്യത്തിൽ BJPക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം പാർട്ടിക്കിടയിലുണ്ട്, പ്രവർത്തകർക്കിടയിലുണ്ട്. ആ രീതിയിൽ തന്നെ പെട്ടെന്ന് കളം പിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണ സംഭവങ്ങളൊക്കെ ആയിട്ട് ശോഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് നിർണായക വിഷയങ്ങൾ ഉയർത്താൻ, ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം രമേശ് പിഷാരടി വളരെ ജനകീയനായ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കോമഡി പരിപാടികളും പ്രോഗ്രാംസൊക്കെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ രമേശ് പിഷാരടി ശ്രമിക്കുന്നുണ്ട്.